പുരാതന വിശ്വാസങ്ങളിലും മതഗ്രന്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പേര് ലൂസിഫർ. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ആരാണ് ലൂസിഫർ? പ്രകാശത്തിൻ്റെ ദൂതനിൽ നിന്ന് അന്ധകാരത്തിൻ്റെ പ്രതീകമായി മാറിയ ഈ കഥാപാത്രത്തിന് പിന്നിൽ എന്താണ്? നമുക്ക് ലൂസിഫറിൻ്റെ കഥയുടെ നിഗൂഢതകളിലേക്ക് കടന്നു ചെല്ലാം. എബ്രായ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ ലൂസിഫർ എന്നത് പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ പ്രകാശത്തെ വഹിക്കുന്നവൻ എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദമാണ്. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ലൂസിഫർ ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതനും സുന്ദരനുമായ മാലാഖയായിരുന്നു. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് സമീപം നിൽക്കുകയും അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്ത മറ്റെല്ലാ മാലാഖമാരുടെയും നേതാവായിരുന്നു ഒരുവൻ. എന്നാൽ ഈ ഉയർന്ന സ്ഥാനം ലൂസിഫറിൽ അഹങ്കാരം വളർന്നു. താൻ ദൈവത്തെക്കാൾ ഉന്നതനാണെന്നും ദൈവത്തിൻ്റെ സിംഹാസനം സ്വന്തമാക്കണമെന്നും അവൻ സ്വപ്നം കണ്ടു. ഇത് ദൈവത്തോടുള്ള മത്സരത്തിന് കാരണമായി. വിശുദ്ധ ബൈബിളിലെ യെശയ്യാവ് 14:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഈ പതനത്തെ വിവരിക്കുന്നുണ്ട്. പ്രഭാതപുത്രനായ ശുക്ര, നീ ആകാശത്ത് നിന്ന് വീണുവല്ലോ. ജാതികളെ താഴ്ത്തിയവനെ, നീ വെട്ടി വീഴ്ത്തപ്പെട്ടുവല്ലോ. ഞാൻ ആകാശത്തേക്ക് കയറും. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഞാൻ മേഘോന്നതങ്ങളിൽ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. സ്വർഗത്തിൽ നിന്നുള്ള പതനം ഈ അഹങ്കാരത്തിൻ്റെ ഫലമായി. ഈ അഹങ്കാരത്തിൻ്റെ ഫലമായി ലൂസിഫറും അവനെ പിന്തുണച്ച മാലാഖമാരും ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നേതൃത്വത്തിലുള്ള ദൈവദൂതന്മാർ ലൂസിഫറിനെ അവൻ്റെ സൈന്യത്തെയും തോൽപ്പിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ പ്രകാശത്തിൻ്റെ ദൂതൻ എന്ന നിലയിൽ നിന്ന് ലൂസിഫർ സാത്താൻ അഥവാ പിശാചായി മാറി. ഈ പതനത്തോടെയാണ് അവൻ അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും പ്രതീകമായി മാറുന്നത്. ചില ദൈവശാസ്ത്രജ്ഞർ ലൂസിഫറിനെയും സാത്താനെയും ഒരേ വ്യക്തിയായി കാണുന്നു. എന്നാൽ മറ്റു ചിലർ ലൂസിഫർ സാത്താൻ്റെ മുൻപുള്ള പേരായിരുന്നുവെന്നും അതിനുശേഷം അവൻ സാത്താൻ എന്നറിയപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു. സാത്താൻ എന്നത് എതിരാളി എന്നർത്ഥം വരുന്ന ഒരു എബ്രായ പദമാണ്. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാനും പാപത്തിലേക്ക് നയിക്കാനും ശ്രമിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് സാത്താനെ പലപ്പോഴും ചിത്രീകരിക്കുന്നത്. ലൂസിഫറിൻ്റെ ഈ കഥ ക്രിസ്തുമതത്തിൽ മാത്രമല്ല, മറ്റു പല മതങ്ങളിലും സംസ്കാരങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിൽ കാണാൻ കഴിയും. ചില ജ്ഞാനവാദ വിശ്വാസങ്ങളിൽ ലൂസിഫർ ഒരു ദുഷ്ടശക്തിയല്ല, മറിച്ച് മനുഷ്യരാശിക്ക് അറിവ് നൽകിയ ഒരു ശക്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ആധുനിക സംസ്കാരത്തിൽ ലൂസിഫർ ഒരുപാട് പുസ്തകങ്ങളിലും സിനിമകളിലും TV സീരീസുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു ദുഷ്ടശക്തിയായിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരു സങ്കീർണമായ തെറ്റിദ്ധരിക്കപ്പെട്ട കഥാപാത്രമായിട്ടും ലൂസിഫറിനെ അവതരിപ്പിക്കാറുണ്ട്. ലൂസിഫറിൻ്റെ കഥ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അഹങ്കാരം ഒരുവനെ എങ്ങനെ നശിപ്പിക്കാമെന്നതിൻ്റെ ഉദാഹരണമാണത്. പ്രകാശത്തെ വഹിക്കുന്നവനായി തുടങ്ങി ഒടുവിൽ അന്ധകാരത്തിൻ്റെ പ്രതീകമായി മാറിയ ഈ കഥാപാത്രം ഇന്നും മനുഷ്യരാശിയുടെ വിശ്വാസങ്ങളിലും ഭാവനകളിലും ശക്തമായി നിലനിൽക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.